നമസ്കാരം, അക്കരയിലേക്ക് സ്വാഗതം. ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ബുർജ് ഖലീഫ, ലക്ഷറി, ടൂറിസം, ഷോപ്പിംഗ്. പക്ഷേ ദുബായിയുടെ യഥാർത്ഥ ശക്തി അതൊന്നുമല്ല. ലോക വ്യാപാരത്തെ ചലിപ്പിക്കുന്ന ഒരു തുറമുഖമാണ് ജബൽ അലി പോർട്ട്. ഇപ്പോൾ ഈ പോർട്ടിന്റെ സമീപത്തുണ്ടായ ശക്തമായ സ്ഫോടനങ്ങളും തീപിടുത്തവും ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു തുറമുഖത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട്, ലോകത്തിന്റെ വിതരണ ശൃംഖലയെ നിയന്ത്രിക്കുന്ന വലിയൊരു ലോജിസ്റ്റിക്സ് ഹബ്, അതാണ് ജബൽ അലി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജബൽ അലി വ്യാവസായിക മേഖലയ്ക്ക് സമീപം നിരവധി സ്ഫോടനങ്ങളും അതുപോലെ വലിയ തീപിടുത്തം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിന്റെ കൃത്യമായ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും പശ്ചാത്തലത്തിൽ തുടരുന്ന പ്രാദേശിക സംഘർഷം കാരണം സുരക്ഷാ ആശങ്കകൾ ശക്തമായിരിക്കുകയാണ്. അതെ, വെസ്റ്റ് ഏഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാത്രമല്ല നിലനിൽക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ആഗോള കപ്പൽ പാതകളെയും വലിയ തുറമുഖങ്ങളെയും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഒരു പോർട്ടിനെ കുറിച്ച് ഇത്ര വലിയ വാർത്ത എന്തുകൊണ്ട്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായ ജബൽ അലിക്ക് എന്താണ് പ്രത്യേകത? ഇന്ത്യക്ക് ഇതുമായി എന്താണ് ബന്ധം? പരിശോധിക്കാം. ജബൽ അലി പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ദുബായിയുടെ തെക്ക് പടിഞ്ഞാറ് പേർഷ്യൻ ഗൾഫ് തീരത്താണ്. ഇത് വെറും UAE ഒരു പോർട്ടല്ല, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കണ്ടെയ്നർ പോർട്ട്സിൽ ഒന്നാണ്. ഈ തുറമുഖം നടത്തുന്നത് DP വേൾഡ് എന്ന UAE കമ്പനിയാണ്. പ്രതിവർഷം കോടിക്കണക്കിന് കണ്ടെയ്നറുകൾ ഇവിടെ എത്തുകയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോവുകയും ചെയ്യുന്നു. ഈ പോർട്ട് ഇത്ര പ്രധാനമാകാൻ കാരണം യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഈ 3 കോണ്ടിനെന്റ്സിനിടയിലെ പ്രധാന ഷിപ്പിംഗ് ഹബ്ബാണ് ജബൽ അലി. ചൈനയിൽ നിന്ന് വരുന്ന ചരക്കുകൾ, ഇന്ത്യയിൽ നിന്ന് പോകുന്ന എക്സ്പോർട്ട്, യൂറോപ്പിലേക്കുള്ള കണ്ടെയ്നർ, ആഫ്രിക്കയിലേക്കുള്ള ലോജിസ്റ്റിക്സ് എല്ലാം ഇവിടെ ട്രാൻസിറ്റ് ചെയ്യുന്നു. അതിനാൽ ജബൽ അലി ഒരു UAE പോർട്ട് മാത്രമല്ല, ഗ്ലോബൽ സപ്ലൈ ചെയിന്റെ പ്രധാന ജംഗ്ഷനാണ്. ജബൽ അലി പോർട്ടിനോട് ചേർന്നാണ് പ്രശസ്തമായ ജാഫ്സ, അതായത് ജബൽ അലി ഫ്രീ സോൺ. ഇവിടെ ലോകമെമ്പാടുമുള്ള 150-ലധികം രാജ്യങ്ങളിൽ നിന്നായിട്ട് 11,000-ലധികം പ്രമുഖ കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആമസോൺ, സാംസങ്, യൂണിലിവർ, നെസ്ലെ, സീമെൻസ്, വലിയ ഓട്ടോമൊബൈൽ കമ്പനികൾ, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ ഹബ്ബ് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് ഈ പോർട്ടിൽ ഒരു ദിവസം പോലും വലിയ തടസ്സമുണ്ടായാൽ അതിന്റെ ആഘാതം ലോകമെമ്പാടുമുള്ള സപ്ലൈ ചെയിനിലേക്ക് എത്തും. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തുടർച്ചയായി നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം വലിയ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളിൽ കനത്ത പുകയും തീയും കാണാനാകുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ സുരക്ഷ ശക്തമാക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ വലിയ മനുഷ്യനാശം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിന്റെ കൃത്യമായ കാരണം സംബന്ധിച്ചും UAE അധികാരികൾ അന്തിമ വിശദീകരണം പുറത്തുവിട്ടിട്ടില്ല. മേഖലയിൽ തുടരുന്ന ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എയർ ഡിഫൻസ് സിസ്റ്റംസ്, മിസൈലുകളോ ഡ്രോണുകളോ തടഞ്ഞു നിർത്തുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ വീണിട്ടാണ് പലപ്പോഴും പോർട്ട് പരിസരങ്ങളിൽ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടാകുന്നത്. മുൻപും സമാനമായ രീതിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് പോർട്ട് ഓപ്പറേഷൻസ് സുരക്ഷ മുൻനിർത്തി താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ബിസിനസ് ഹബുകളിൽ ഒന്നായ ദുബായിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആഗോള ബിസിനസ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇറാനോ മറ്റ് സായുധ ഗ്രൂപ്പുകളോ UAE പോർട്ടുകളെ ലക്ഷ്യമിടുന്നത് എന്ന് നോക്കാം. ഇതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്, അത് മറികടക്കുന്നതിനെ കുറിച്ചാണ്. ലോകത്തിലെ എണ്ണക്കടത്തിന്റെ പ്രധാന വഴിയായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്നാണ് ഇറാൻ എപ്പോഴും ഭീഷണിപ്പെടുത്താറുള്ളത്. എന്നാൽ UAE ഈ റൂട്ട് ഒഴിവാക്കി ഫുജൈറ വഴിയും ജബൽ അലി വഴിയും പൈപ്പ് ലൈനുകൾ നിർമ്മിച്ച് സ്വന്തമായിട്ട് ഓയിൽ എക്സ്പോർട്ട് സുരക്ഷിതമാക്കി. ഇത് ഇറാന്റെ തന്ത്രപ്രധാനമായ പവർ കുറച്ചു. 2, ഏബ്രഹാം അക്കോർഡ്സ്. US ബന്ധവും UAE ഇസ്രായേലുമായി നയതന്ത്ര ബന്ധവും സ്ഥാപിച്ചതും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് അനുമതി നൽകിയതും ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അടുത്തത്, മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രഹരം. UAEയുടെ സാമ്പത്തിക അടിത്തറ വ്യാപാരവും ടൂറിസവുമാണ്. ജബൽ അലി പോർട്ടിന് നേരെ ചെറിയൊരു ഭീഷണി ഉണ്ടായാൽ പോലും ഇൻഷുറൻസ് പ്രീമിയം, ഷിപ്പിംഗ് കോസ്റ്റും ഒക്കെ കുതിച്ചുയരും. അത് UAEയുടെ ട്രേഡ് ആത്മവിശ്വാസത്തെ ബാധിക്കും. ഇനി അടുത്ത ചോദ്യം, പ്രധാനമായിട്ടുള്ള ചോദ്യം, ഇത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുമെന്നുള്ളത്. അത് നോക്കുമ്പോൾ വ്യാപാര ശൃംഖലയാണ് ആദ്യം നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 3ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് UAE എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവ മധ്യപൂർവ്വ ഏഷ്യയിലേക്കും അതുപോലെ യൂറോപ്പിലേക്കും റീ എക്സ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും ജബൽ അലി വഴിയാണ്. ഇനി ഷിപ്പിംഗ് ചാർജിന്റെ വർധനവുണ്ട്. പോർട്ടുകൾ സുരക്ഷിതമല്ല എന്ന അവസ്ഥ വന്നാൽ കടൽ മാർഗമുള്ള ഫ്രീ ചാർജസ്, വാർ റിസ്ക്, ഇൻഷുറൻസ് എന്നിവ വർദ്ധിക്കും. ഇത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂട്ടും. ഇനി അടുത്തത് പ്രവാസി സുരക്ഷ, അതും പ്രധാനമാണ്. ലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാരാണ് UAE ട്രേഡ് ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നത്.
ബിസിനസ് തടസ്സപ്പെട്ടാൽ അത് ജോലി സുരക്ഷയെയും ബാധിക്കും. ഇതിനു മുൻപും 2026 പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ജബലലി പോർട്ടിന് സമീപം മിസൈൽ തടയൽ നടപടികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വീണിട്ട് തീപിടുത്തമുണ്ടായതായിട്ട് UAE അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പുതിയ സ്ഫോടനങ്ങൾ ആ സുരക്ഷാ ആശങ്കകൾ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഇതൊരു പോർട്ടിന്റെ പ്രശ്നമല്ല. സപ്ലൈ ചെയിൻ, എനർജി സെക്യൂരിറ്റി, ഇന്റർനാഷണൽ ട്രേഡ്, കണ്ടെയ്നർ മൂവ്മെന്റ്, മാരിടൈം ഇൻഷുറൻസ്, ഗ്ലോബൽ ഷിപ്പിംഗ് എല്ലാം ഒരുമിച്ച് ബന്ധിച്ചിരിക്കുന്ന ഒരു കേന്ദ്രമാണ് ജബലലി. കോവിഡ് സമയത്ത് സപ്ലൈ ചെയിൻ തകരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടിൽ വലിയ തടസ്സമുണ്ടായാൽ അതിന്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടും. നിലവിൽ UAE അധികാരികൾ സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പോർട്ടിന്റെ മുഴുവൻ പ്രവർത്തനവും ദീർഘകാലത്തേക്ക് നിലച്ചതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരണം ഇല്ല. എന്നാൽ മേഖലയിലെ സംഘർഷം തുടരുന്നതിനാൽ ഷിപ്പിംഗ് കമ്പനികളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ബുർജ് ഖലീഫ ദുബായിയുടെ അഭിമാനമാണെങ്കിൽ ജബലലി പോർട്ട് ദുബായിയുടെ ജീവനാഡിയാണ്. ലോകത്തിന്റെ 3 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഗേറ്റ് വേ. ഇന്ത്യയുടെ വ്യാപാരത്തിനും ഗൾഫ് സമ്പദ് വ്യവസ്ഥയ്ക്കും ഗ്ലോബൽ സപ്ലൈ ചെയിനും ഒരുപോലെ നിർണായകമായ ഒരു തുറമുഖം. അതുകൊണ്ട് തന്നെ ജബലലിയിൽ ഉണ്ടാകുന്ന ഓരോ സ്ഫോടനവും അത് വെറും ദുബായിയുടെ വാർത്തയല്ല, ലോക വ്യാപാരത്തിന്റെ പൾസ് പരിശോധിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അടുത്ത ദിവസങ്ങളിൽ അന്വേഷണം എന്ത് കണ്ടെത്തും? മേഖലയിൽ സുരക്ഷാ സാഹചര്യം എങ്ങനെ മാറും? അതാണ് ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ, ലക്ഷറി ലൈഫ് സ്റ്റൈൽ, ഡ്രൈവർലെസ് മെട്രോ, ഫ്യൂച്ചറിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. ദുബായിയെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. പക്ഷേ ഇനി ദുബായിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഇതൊന്നും ആയിരിക്കണമെന്നില്ല. കാരണം ദുബായ് ഇപ്പോൾ കെട്ടിടങ്ങളുടെ ഉയരത്തിലല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിന്റെ വേഗതയിലും ലോകത്തെ ഞെട്ടിക്കുകയാണ്. പുതിയ ഗ്ലോബൽ റാങ്കിംഗ് പറയുന്നത് ദുബായ് ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് സിറ്റീസിൽ 2ാം സ്ഥാനത്തെത്തി എന്നാണ്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണ് എന്ന് വെച്ചാൽ AI-യും സ്മാർട്ട് സൊല്യൂഷൻസും യഥാർത്ഥ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ദുബായ് ലോകത്ത് 1ാം സ്ഥാനത്താണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ലോകം AI-യെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുബായ് അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു. ന്യൂയോർക്കിനെയും ആംസ്റ്റർഡാമിനെയും വാഷിംഗ്ടൺ DC-യും പിന്നിലാക്കിയാണ് ദുബായിയുടെ ഈ ഒരു വമ്പൻ കുതിച്ചുചാട്ടം. എന്താണ് ഈ ഒരു ഇൻഡെക്സ്? എന്തുകൊണ്ടാണ് ദുബായ് ഈ നേട്ടം കൈവരിച്ചത്? എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ? വിശദമായിട്ട് അറിയാം. ആദ്യം തന്നെ എന്താണ് ഈ റിപ്പോർട്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഗ്ലോബൽ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഭീമനായ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് BCG ആണ് ഈ ഒരു ഇന്റലിജന്റ് സിറ്റീസ് ഇൻഡെക്സ് 2026 തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് BCG ഇത്തരമൊരു ഗ്ലോബൽ ഇൻഡെക്സ് പുറത്തുവിടുന്നത്. ലോകത്തിലെ 39 രാജ്യങ്ങളിൽ നിന്നുള്ള 61 പ്രമുഖ വൻ നഗരങ്ങളെയാണ്, മേജർ ഗ്ലോബൽ സിറ്റീസിനെയാണ് ഇവർ പഠന വിധേയമാക്കിയത്. വെറുതെ കുറച്ച് സാങ്കേതിക വിദ്യകൾ, ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമല്ല ഇവർ ചെയ്തത്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ഗവൺമെന്റ് സേവനങ്ങൾ എളുപ്പമാക്കാനും ബിസിനസ് സുഗമമാക്കാനും എത്രത്തോളം ഉപകരിക്കുന്നുവെന്ന് വളരെ ആഴത്തിൽ പരിശോധിച്ചു. ഇതിനായിട്ട് 5 പ്രധാന മേഖലകളിലായിട്ട് 14 ഡിജിറ്റൽ ഡയമെൻഷനുകളും 35 ഇൻഡിക്കേറ്റേഴ്സും വെച്ചാണ് BCG ഈ സിറ്റികളെ റാങ്ക് ചെയ്തത്. 1 ഔട്ട്കംസ്, ജനങ്ങൾക്ക് ലഭിക്കുന്ന യഥാർത്ഥ ഗുണഫലങ്ങൾ. 2 സ്ട്രാറ്റജി, നഗരത്തിന്റെ ഡിജിറ്റൽ വിഷൻ എന്താണെന്നുള്ളത്. 3 അഡോപ്ഷൻ, AI-യും സ്മാർട്ട് സർവീസുകളും നടപ്പിലാക്കുന്നതിലെ വേഗത. 4 വേസ് ഓഫ് വർക്കിംഗ്, പ്രവർത്തന ശൈലിയും സംസ്കാരവും. 5 ഇനേബിളേഴ്സ്, ഇതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ. ഈ 5 കാറ്റഗറീസിലെയും പെർഫോമൻസ് അടിസ്ഥാനമാക്കിയാണ് ദുബായ് ഗ്ലോബൽ ഓവറോൾ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയത്. ഇനി ഇതിലെ ഏറ്റവും മാസ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഓവറോൾ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണെങ്കിലും AI ആൻഡ് സ്മാർട്ട് സൊല്യൂഷൻസ് നേരിട്ട് നടപ്പിലാക്കുന്ന അഡോപ്ഷൻ കാറ്റഗറിയിൽ ദുബായ് ലോകത്ത് 5ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഒന്നുമല്ല, 1ാം സ്ഥാനത്താണ്. ലണ്ടനോ ന്യൂയോർക്കോ പോലും ഇതിൽ ദുബായ്ക്ക് പിന്നിലാണ്. ഇനി ലോകത്തിലെ ടോപ്പ് 5 ഇന്റലിജന്റ് സിറ്റികളും അതിലെ പ്രധാനപ്പെട്ട ചില കാറ്റഗറികളിൽ മുന്നിലെത്തിയ നഗരങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് റാങ്ക് നേടി ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജന്റ് സിറ്റിയായി നിൽക്കുന്നത് ലണ്ടനാണ്. ജനങ്ങളുടെ ജീവിത നിലവാരവും സർവീസ് ഔട്ട്കംസും അതുപോലെ ഉറപ്പാക്കുന്നതിൽ ലണ്ടനാണ് മുന്നിൽ. 2ാം സ്ഥാനത്താണ് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സ്വന്തം ദുബായ്. ഓവറോൾ റാങ്കിങ്ങിൽ സെക്കൻഡ് ആണെങ്കിലും AI ആൻഡ് സ്മാർട്ട് ടെക്നോളജി അഡോപ്ഷനിൽ ദുബായ് ആണ് വേൾഡ് നമ്പർ 1. ഇനി 3ാം സ്ഥാനത്ത് ന്യൂയോർക്ക് സിറ്റിയും പ്രവർത്തന ശൈലി അഥവാ വേസ് ഓഫ് വർക്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന സിറ്റിയായി ഇവർ മാറുകയുണ്ടായി. 4ാം സ്ഥാനത്തുള്ളത് USA വാഷിംഗ്ടൺ DC ആണ്. മികച്ച അടിത്തറയോടും റിസൾട്ടോടും കൂടിയാണ് ഇവർ ടോപ്പ് 4-ലുള്ളത്.
അഞ്ചാം സ്ഥാനത്ത് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം വരുന്നു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും അടിസ്ഥാന സൗകര്യങ്ങളുമായ ഇനേബിളേഴ്സ് കാറ്റഗറിയിലാണ് ഇവർ ഒന്നാമതെത്തിയത്. ഇതുകൂടാതെ ഡിജിറ്റൽ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ സ്പെയിനിലെ മാഡ്രിഡ് നഗരമാണ് ആഗോളതലത്തിൽ മുന്നിലെത്തിയത്. ലോകത്തെ വൻകിട നഗരങ്ങൾ ഓരോ മേഖലയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ AI സാങ്കേതിക വിദ്യകളെ സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലേക്കും സർക്കാർ സംവിധാനങ്ങളിലേക്കും നേരിട്ട് എത്തിക്കുന്നതിൽ ദുബൈയെ തോൽപ്പിക്കാൻ ലോകത്ത് ആരുമില്ല എന്ന് BCG റിപ്പോർട്ട് വ്യക്തമാക്കി പറയുന്നു. ഈ ചരിത്ര നേട്ടത്തെക്കുറിച്ച് ദുബായിലെ വിഷണറി ലീഡർഷിപ്പ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ഡിജിറ്റൽ ദുബായ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ഉബൈദ് അൽ മൻസൂരി പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു യാദൃശ്ചികമായിട്ടുള്ള നേട്ടമല്ല, ഞങ്ങളുടെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിന്റെയും വിഷന്റെയും ഫലമാണ്. ദുബായിൽ AI എന്നത് വെറും ഒരു ടെക്നോളജി മാത്രമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും സർവീസസ് കൂടുതൽ ലളിതമാക്കാനും സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനുമുള്ള ഒരു വലിയ ഇന്ധനമാണ്. എല്ലാ മേഖലകളിലും ഡേറ്റയും AIയും ഞങ്ങൾ ഇനിയും വ്യാപിപ്പിക്കും. അതുപോലെ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ CEO ഖൽഫാൻ ജുമ ബെൽഹൂൽ വ്യക്തമാക്കിയത് നിങ്ങൾ എത്രത്തോളം AI സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തു എന്നതിലല്ല കാര്യം, അത് ജനങ്ങളുടെ ജീവിതത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാക്കുന്ന യഥാർത്ഥ മാറ്റത്തിലാണ് കാര്യം. ദുബായ് അത് പ്രായോഗികമാക്കി തെളിയിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ BCG പഠനത്തിന്റെ സഹരചയിതാവായിട്ടുള്ള അക്രം ആവാദ് വ്യക്തമാക്കുന്നത് ഗൾഫ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും ജനങ്ങൾക്ക് ജനറേറ്റീവ് AI ടൂളുകളോടുള്ള താല്പര്യവും പോസിറ്റീവ് മനോഭാവവും വളരെ ഉയർന്നതാണ് എന്നാണ്. AI കൂടുതൽ ഉപയോഗിക്കും തോറും ഗവൺമെന്റ് പ്രസ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കുന്നു എന്ന വലിയൊരു കണ്ടെത്തലും ഈ റിപ്പോർട്ടിലുണ്ട്. നിങ്ങൾക്ക് തോന്നാം ദുബായ് എങ്ങനെയാണ് ഈ AI അഡോപ്ഷൻ സാധ്യമാക്കിയത് എന്ന്. ഒന്ന് പേപ്പർലെസ് സ്ട്രാറ്റജിയാണ്. അതായത് ഗവൺമെന്റ് ഓഫീസുകൾ 100% പേപ്പർലെസ് ആക്കി. 2 സ്മാർട്ട് ഗവൺമെന്റ് സർവീസസ് SGS. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് മുതൽ ബിസിനസ് രജിസ്ട്രേഷൻ വരെ മിനിറ്റുകൾക്കുള്ളിൽ ആപ്പ് വഴി പൂർത്തിയാക്കാം. അടുത്തത് AI ട്രാഫിക് ആൻഡ് ട്രാൻസിറ്റ്. ട്രാഫിക് സിഗ്നലുകൾ പോലും AI നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇനി പബ്ലിക് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കെയർ. AI നിർമ്മിത ഹെൽത്ത് കെയർ ഡേറ്റാബേസും അഡ്വാൻസ് സ്മാർട്ട് പുലസിംഗും ഉണ്ട്. അതായത് AI എന്നത് ലബോറട്ടറിയിൽ സൂക്ഷിക്കാനുള്ളതല്ല, മറിച്ച് സാധാരണക്കാരന് അനുദിനം ഉപകാരപ്പെടേണ്ടതാണ് എന്ന് ദുബായ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫ്യൂച്ചർ ടെക്നോളജി എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദുബായ് ഇപ്പോൾ തന്നെ അവരുടെ പ്രസന്റ് ആക്കി മാറ്റിക്കഴിഞ്ഞു. ലണ്ടനും ന്യൂയോർക്കിനും ഒപ്പം ലോകത്തിന്റെ നെറുകയിൽ ദുബായ് നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: വരാനിരിക്കുന്ന AI യുഗത്തിലും ലോകത്തിന്റെ വഴികാട്ടി ദുബായ് തന്നെയായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധഭീതിക്കും എണ്ണവില പ്രതിസന്ധിക്കും മുന്നിൽ ഒരു രക്ഷകനായി വീണ്ടും അവതരിച്ചിരിക്കുകയാണ് GCC മേഖലയിലെ സൈലന്റ് ഹീറോ ആയിട്ടുള്ള ഒമാൻ. മാധ്യമങ്ങളിലെല്ലാം ലോകമഹായുദ്ധത്തിന്റെ കോലാഹലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ യാതൊരു ബഹളവുമില്ലാതെ ഒമാന്റെ നയതന്ത്രജ്ഞർ അണിയറയിൽ ഒരു വമ്പൻ ഡീൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ലോകത്തിന്റെ എണ്ണ ഞരമ്പ് എന്ന് വിളിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒമാനും ഇറാനും തമ്മിൽ പുതിയൊരു ഷിപ്പിംഗ് ഫ്രെയിംവർക്കിൽ ഒപ്പുവച്ചിരിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ സമ്മതിക്കുന്നു കാര്യങ്ങൾ വേഗത്തിൽ ശുഭകരമായ പര്യവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. പശ്ചിമേഷ്യയിൽ ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഒമാൻ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങൾ തിരിച്ചുവിടുന്നത്? ഈ പുതിയ ഒമാൻ ഇറാൻ കരാർ വഴി ഹോർമുസിലെ ഗതാഗതം വീണ്ടും സാധാരണ നിലയിലാകുമോ? നോക്കാം. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. ആ പാതയിൽ ഏതാനും മാസങ്ങളായിട്ട് പോകുന്ന യുദ്ധവും ഉപരോധവും കാരണം ലോകം മുഴുവൻ ക്രൂഡ് ഓയിൽ പ്രതിസന്ധിയിലും സാമ്പത്തിക ഭീതിയിലുമായിരുന്നു. എന്നാൽ ഇതാ ആഗോള രംഗത്ത് നിന്ന് ഏറ്റവും നിർണായകവും ആശ്വാസകരവുമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനും ഒമാനും തമ്മിൽ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പുതിയൊരു ഷിപ്പിംഗ് ഫ്രെയിംവർക്കിൽ ഒപ്പുവെക്കാൻ പോകുന്നു. പുതിയ റൂട്ടിന്റെ മാപ്പും ജിയോഗ്രാഫിക്കൽ കോർഡിനേറ്റ്സും വരെ തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ ഏതാണ്ട് സമവായത്തിലേക്ക് എത്തുന്നു. 2 ദിവസത്തിനകം ഒരു വലിയ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പ്രതികരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഇറാനും ഒമാനും തമ്മിൽ വളരെ രഹസ്യമായും പ്രൊഫഷണലായും ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായിട്ട് പ്രത്യേക ഷിപ്പിംഗ് ചാനലിന്റെ ജിയോഗ്രാഫിക്കൽ കോർഡിനേറ്റ്സിൽ വരെ ഇരുവരും ധാരണയിൽ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഒഫീഷ്യൽ ജോയിന്റ് അനൗൺസ്മെന്റ് അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ സാങ്കേതികവും നിയമപരവും സുരക്ഷാപരവുമായ എല്ലാ മുൻകരുതലുകളും ഇറാൻ റിവ്യൂ ചെയ്തു വരികയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഒമാന്റെ മധ്യസ്ഥത ഇതിൽ വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിടവുണ്ട്, അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിക്കുഴിയുണ്ട്. ഇറാൻ എന്താണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒന്ന്, ഒമാനുമായി കരാറായതുകൊണ്ട് മാത്രം ഹോർമുസിൽ സുരക്ഷ ഉറപ്പാകില്ല. ഇറാൻ വ്യക്തമാക്കുന്നത് ബാഹ്യശക്തികളുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടായാൽ ഈ ഡീല് തകരാൻ സാധ്യതയുണ്ട് എന്നാണ്. രണ്ടാമത്തേത് US നേവൽ ബ്ലോക്കേഡ് പിൻവലിക്കണം.
US ഇസ്രായേൽ സൈനിക നീക്കങ്ങളും ഇറാനിയൻ പോർട്ടുകൾക്ക് മേലുള്ള അമേരിക്കൻ നാവികസേനയുടെ ഉപരോധവും പൂർണ്ണമായി അവസാനിച്ചാൽ മാത്രമേ ഹോർമുസ് റൂട്ട് സുരക്ഷിതമായി പൂർണ്ണ തോതിൽ തുറക്കൂ. 3. നിയന്ത്രണവും പരിശോധനയും. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ നിർദ്ദേശപ്രകാരം ഈ റൂട്ടിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ ഒരു വിഭാഗത്തിന് മേൽ പരോക്ഷ നിയന്ത്രണവും പരിശോധനാ അവകാശവും ഇറാന് ലഭിച്ചേക്കാം എന്നാണ്. അതായത് ഒമാനുമായുള്ളത് ഒരു സാങ്കേതിക ധാരണയാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ താക്കോൽ വാഷിംഗ്ടണിന്റെയും തെഹ്റാന്റെയും കൈകളിലാണ്. ഇനി ഇതിന്റെ മറുഭാഗം നോക്കാം. വാഷിംഗ്ടണിൽ നിന്നുള്ള വിവരങ്ങൾ വളരെ കൗതുകരമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങളും ഇറാനും തമ്മിൽ വളരെ നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്, വെരി ഗുഡ് ഡിസ്കഷൻസ്. ഒരു കരാറിലേക്ക് നമ്മൾ വളരെ അടുത്ത് കഴിഞ്ഞു, നാളെയോ മറ്റന്നാളോ, ഇൻ 48 hours 48 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായേക്കാം, കാര്യങ്ങൾ അനുകൂലമായി പുരോഗമിക്കുന്നു എന്നൊക്കെയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചകളിൽ നല്ല പുരോഗതിയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഹോർമുസിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ സഞ്ചാരം എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലാക്കുക എന്നതാണ്. എന്നാൽ ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസെം ഖരീബാബാദി പറയുന്നത് ഈ താൽക്കാലിക റൂട്ട് 2 മുതൽ 4 മാസം വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാമെന്നും വിദേശ ശക്തികളുടെ ഇടപെടലില്ലെങ്കിൽ മാത്രമായിരിക്കും ഇത് നീണ്ടു നിൽക്കുക എന്നുമാണ്. ഈ പോസിറ്റീവ് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ ഉടനടി അതിന്റെ ഫലം കണ്ടു തുടങ്ങി. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $80 താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി WTI ക്രൂഡ് $75 ഇടക്കാല ആശ്വാസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസങ്ങളിൽ യുദ്ധഭീതി മൂലം എണ്ണവില $100 മേൽ കുതിക്കുമെന്ന ഭയത്തിലായിരുന്ന ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതൊരു വലിയ ഓക്സിജൻ, ഒരു ആശ്വാസമാണ് നൽകുന്നത്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ മറ്റ് ചർച്ചകളും അണിയറയിൽ സജീവമാണ്. പക്ഷേ മറ്റൊരു വശത്ത് ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും ഹൂതികളുടെ ആക്രമണം തുടരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ പ്രത്യാശയുടെ വലിയൊരു വെളിച്ചമാണ് ഈ ഒമാൻ ഇറാൻ ഷിപ്പിംഗ് ഫ്രെയിംവർക്ക് നൽകുന്നത്. ഒമാൻ എന്ന രാജ്യത്തിന്റെ കൃത്യമായ ഡിപ്ലോമസിയും മധ്യസ്ഥതയും ലോകത്തെ ഒരു വലിയ എണ്ണ പ്രതിസന്ധിയിൽ നിന്നും പണപ്പെരുപ്പത്തിൽ നിന്നും രക്ഷിച്ചേക്കാം. അടുത്ത 48 മണിക്കൂറുകൾ ലോക സാമ്പത്തിക രംഗത്തിനും പശ്ചിമേഷ്യൻ സുരക്ഷയ്ക്കും വളരെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കരാർ പൂർണ്ണതയിൽ എത്തുമോ അതോ നിർണായകമായ ഏതെങ്കിലും വ്യവസ്ഥയിൽ ഉടക്കി നിൽക്കുമോ എന്ന് കണ്ടറിയണം. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികളും സ്വദേശികളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട വളരെ നിർണായകമായ ഒരു ഗവൺമെന്റ് ഓർഡർ പുറത്തു വന്നിരിക്കുകയാണ്. കുവൈറ്റിലെ രാജ്യവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ, അതായത് സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്ന 70 വയസ്സും അതുപോലെ അനുമതികളിലും പ്രായമുള്ള എല്ലാ ജീവനക്കാരുടെയും സേവനം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കാൻ കുവൈറ്റ് സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു. വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്, ഈ പ്രോസസ് പൂർത്തിയാക്കാൻ കൃത്യം 30 ദിവസത്തെ ഡെഡ് ലൈനും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുവൈറ്റ് പെട്ടെന്ന് ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത്? ഇതിന് പിന്നിലെ കുവൈറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിരമിക്കുന്ന ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ച് മന്ത്രാലയം നൽകിയ നിർദ്ദേശം എന്തൊക്കെയാണ്? ഇതിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ വിശദമായിട്ട് നോക്കാം. വാർത്തയുടെ യഥാർത്ഥ വിവരങ്ങളിലേക്ക് കൃത്യമായിട്ട് കടക്കാം. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സ്, ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ആൻഡ് കോഓപ്പറേറ്റീവ് അഫയേഴ്സ് സെക്ടർ ആണ് ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും യൂണിയനുകൾക്കും ലഭിച്ചിരിക്കുന്ന ഡയറക്റ്റീവ് അനുസരിച്ച് 1. ഐഡന്റിഫിക്കേഷൻ, അതായത് അവരുടെ സ്ഥാപനങ്ങളിൽ 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ ജീവനക്കാരെയും കൃത്യമായി തിരിച്ചറിയാം. 2. 30-day ഡെഡ് ലൈൻ, സർക്കുലർ ഇറങ്ങിയ തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഇവരുടെ തൊഴിൽ കരാറുകൾ നിയമപരമായിട്ട് അവസാനിപ്പിക്കണം. 3. സബ്മിഷൻ ലിസ്റ്റ്, പിരിച്ചുവിട്ട ജീവനക്കാരുടെ പൂർണ്ണമായ ലിസ്റ്റ് 30 ദിവസത്തിനകം സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിൽ ഒഫീഷ്യലായിട്ട് സമർപ്പിക്കണം. അതായത് യാതൊരുവിധ കാലതാമസവും ഇല്ലാതെ കുവൈറ്റിലെ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഒരു വലിയ പുനഃസംഘടന തന്നെ നടക്കാൻ പോവുകയാണ്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ 70 വയസ്സ് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷയും ആനുകൂല്യങ്ങളും എന്താകുമെന്ന്. മന്ത്രാലയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമപ്രകാരം ഈ ജീവനക്കാർക്ക് ലഭിക്കേണ്ട എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകിയ ശേഷം മാത്രമേ പിരിച്ചുവിടൽ നടപടികൾ പൂർത്തിയാക്കാവൂ. പ്രധാനമായും ഇവരുടെ എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യങ്ങളും മറ്റ് നിയമപരമായ കുടിശ്ശികകളും മുഴുവനായിട്ട് നൽകണമെന്ന ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തിന് സേവനം ചെയ്തവർക്ക് അർഹമായ തുക നൽകി വേണം ഈ റിട്ടയർമെന്റ് നടപ്പിലാക്കാൻ എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് കുവൈറ്റ് പെട്ടെന്ന് കോഓപ്പറേറ്റീവ് സെക്ടറിനെ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിച്ചാൽ അതിന് 2 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് കുവൈറ്റൈസേഷൻ അല്ലെങ്കിൽ നാഷണലൈസേഷൻ.
കുവൈറ്റ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നയമാണ് സ്വദേശിവൽക്കരണം ശക്തമാക്കുക എന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ സൂപ്പർവൈസറി സപ്പോർട്ടിംഗ് തസ്തികകളിൽ പ്രായമായവർ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേക്കൻസീസിലേക്ക് യോഗ്യരായ യുവ കുവൈറ്റി പൗരന്മാർക്ക് തൊഴിലവസരം നൽകാൻ സാധിക്കും. രണ്ടാമതായിട്ട് ക്ലീൻ അപ്പ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ സുതാര്യതയുമാണ്. മന്ത്രാലയ തലത്തിലുള്ള വിവരങ്ങൾ അനുസരിച്ച് മുൻകാലങ്ങളിൽ ചില കോപ്പറേറ്റീവ് ബോർഡുകളിൽ വ്യക്തിബന്ധങ്ങൾ വഴിയും ഇലക്ഷൻ സ്വാധീനങ്ങൾ വഴിയും പല ബോർഡ് അംഗങ്ങളും ആളുകളെ അനധികൃതമായിട്ട് നിയമിച്ചിരുന്നു എന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ സിസ്റ്റം മാറ്റി സ്ഥാപനങ്ങളിൽ മെറിറ്റും സുതാര്യതയും ഉറപ്പാക്കാനും ഗവർണൻസ് മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. ഈ തീരുമാനം പ്രവാസി സമൂഹത്തെയും ലേബർ മാർക്കറ്റിനെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. കുവൈറ്റിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ താഴെത്തട്ടിലും അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിലും ദീർഘകാലമായിട്ട് ജോലി ചെയ്തു വരുന്ന ധാരാളം പ്രവാസികളുമുണ്ട്. 70 വയസ്സ് തികഞ്ഞ പല പ്രവാസികൾക്കും ഈ നിർദ്ദേശം വരുന്നതോടെ തങ്ങളുടെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. ഇത് കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ മിക്ക GCC രാജ്യങ്ങളിലും വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനും പ്രായപരിധി നിശ്ചയിക്കുന്നതിനും സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിനും വലിയ ഊന്നലാണ് നൽകുന്നത്. സ്വകാര്യ പൊതുമേഖലകളിൽ യുവതലമുറയ്ക്ക് അവസരമൊരുക്കാൻ പഴയ ജീവനക്കാരെ വിരമിക്കാൻ അനുവദിക്കുന്ന നയം GCC ഒട്ടാകെ വ്യാപിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുവൈറ്റിലെ തൊഴിൽ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കാനും യുവാക്കൾക്ക് അവസരം നൽകാനും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് റീസ്ട്രക്ചറിംഗിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ കുവൈറ്റ് സഹകരണ മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ ദൃശ്യമാകും. UAE-യിലെ പ്രൈവറ്റ് സെക്ടറിൽ ബിസിനസ് ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. UAE-യുടെ എമിററ്റൈസേഷൻ പ്രോഗ്രാമായ നാഫിസ് സ്വദേശി ജീവനക്കാരുടെ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് വലിയൊരു നയമാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത സെപ്റ്റംബർ മാസം മുതൽ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന എമിറാറ്റി ജീവനക്കാരുടെ പെൻഷൻ വിഹിതത്തിലെ എംപ്ലോയർ ഷെയർ കമ്പനികൾ തന്നെ മുഴുവനായിട്ട് വഹിക്കേണ്ടി വരും. ഇതുവരെ നാഫിസ് വഴി കമ്പനികൾക്ക് ലഭിച്ചിരുന്ന ഗ്രാജുവൽ സബ്സിഡി നിർത്തിവെച്ചിട്ടാണ് ഗവൺമെന്റിന്റെ ഈ നിർണായക നീക്കം. എന്താണ് ഈ പുതിയ മാറ്റം? കമ്പനികളെയും എമിറാറ്റി ജീവനക്കാരെയും ഇത് എങ്ങനെ ബാധിക്കും? ക്വാളിറ്റി എമിററ്റൈസേഷൻ എന്നതുകൊണ്ട് നാഫിസ് എന്താണ് ഉദ്ദേശിക്കുന്നത് പരിശോധിക്കാം. ഇതുവരെ എന്തായിരുന്നു സിസ്റ്റം, ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് ആദ്യം നോക്കാം. നാഫിസിന്റെ ഇഷ്തിറാഖ് പ്രോഗ്രാം അനുസരിച്ച് മുൻപ് കമ്പനികൾ അവരുടെ എമിറാറ്റി ജീവനക്കാർക്കായിട്ട് അടയ്ക്കേണ്ട പെൻഷൻ വിഹിതം ഘട്ടം ഘട്ടമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആദ്യ വർഷം കമ്പനികൾ 0% പെൻഷൻ വിഹിതം നൽകിയാൽ മതിയായിരുന്നു. ഇനി അടുത്ത വർഷങ്ങളിൽ ഇത് 2%, 4%, 5%, 6% എന്നിങ്ങനെ മാത്രമായിരുന്നു കമ്പനികൾ അടച്ചിരുന്നത്. ബാക്കി തുക നാഫിസ് ഗവൺമെന്റ് ഗ്രാൻഡായിട്ട് നൽകുകയായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 1 മുതൽ പുതിയ മാറ്റം നിലവിൽ വരുമ്പോൾ നാഫിസിന്റെ ഈ ഗ്രാജുവൽ പെൻഷൻ സപ്പോർട്ട് ഷെഡ്യൂൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇനി മുതൽ യോഗ്യതയുള്ള എമിറാറ്റി ജീവനക്കാർക്ക് നിയമപ്രകാരം അടയ്ക്കേണ്ട പൂർണ്ണമായ എംപ്ലോയർ വിഹിതം പ്രൈവറ്റ് കമ്പനികൾ തന്നെ നേരിട്ട് നൽകണം. അതേസമയം എമിറാറ്റി ജീവനക്കാർ സ്വന്തം ശമ്പളത്തിൽ നിന്ന് നൽകേണ്ട ചെറിയ എംപ്ലോയി വിഹിതത്തിൽ മാത്രം നാഫിസിന്റെ സഹായം തുടരും. എന്തുകൊണ്ടാണ് നാഫിസ് പെട്ടെന്ന് ഇത്തരം ഒരു നിലപാടിലേക്ക് മാറ്റം വരുത്തിയതെന്ന് ചോദിക്കുമ്പോൾ നാഫിസിന്റെ ഔദ്യോഗിക വിശദീകരണ കുറിപ്പിൽ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. പ്രൈവറ്റ് സെക്ടറിലെ എമിറാറ്റി ജീവനക്കാരുടെ സംരക്ഷണം വെറും ഒരു മാസാമാസമുള്ള ശമ്പളത്തിൽ, അതായത് മന്ത്ലി സാലറിയിൽ മാത്രം ഒതുങ്ങരുത്. ഒരു തൊഴിലാളിയുടെ ദീർഘകാല സാമ്പത്തിക ഭദ്രതയ്ക്കും തൊഴിൽ സ്ഥിരതയ്ക്കും ഏറ്റവും പ്രാധാന്യം അവരുടെ പെൻഷൻ രജിസ്ട്രേഷനിലാണ്. സ്വകാര്യ മേഖലയിൽ എമിറാത്തികൾക്ക് ആത്മവിശ്വാസത്തോടെയും സ്ഥിരതയോടെയും ദീർഘകാലം ജോലി ചെയ്യാൻ ഈ ഒരു പെൻഷൻ ഗ്യാരണ്ടി സഹായിക്കും. എംപ്ലോയീസിന് തങ്ങളുടെ പൗരന്മാരായ ജീവനക്കാരോട് പൂർണ്ണമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന സന്ദേശമാണ് UAE ഗവൺമെന്റ് ഇതിലൂടെ നൽകുന്നത്. ഈ പുതിയ ഉത്തരവിലെ മറ്റൊരു പ്രസക്തമായ വിഷയം ക്വാളിറ്റി എമിററ്റൈസേഷൻ ആണ്. അതായത് നാഫിസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സുസ്ഥിരമായ എമിററ്റൈസേഷൻ എന്നത് എത്ര എമിറാത്തികൾക്ക് പ്രൈവറ്റ് സെക്ടറുകൾ ജോലി കിട്ടിയെന്ന എണ്ണത്തെ ആസ്പദമാക്കി അല്ല അളക്കേണ്ടത്, മറിച്ച് അവർക്ക് ലഭിക്കുന്ന ജോലിയുടെ ഗുണനിലവാരം, ക്വാളിറ്റി, മാന്യമായ വേതനം, കരിയർ ഗ്രോത്ത് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. അതായത് പേരിന് മാത്രം കുറച്ച് എമിറാത്തികളെ കമ്പനിയിൽ ചേർത്ത് വീസ എടുക്കുന്ന രീതികളെ പൂർണ്ണമായും തടയാനും യഥാർത്ഥത്തിൽ കഴിവുള്ളവർക്ക് ഉയർന്ന തസ്തികകളും പെൻഷൻ സംരക്ഷണവും ഉറപ്പാക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന വശം കൂടിയുണ്ട്. ഉത്തരവാദിത്തം കമ്പനികൾക്ക് മാത്രം പോരാ, ജോലിയിൽ പ്രവേശിക്കുന്ന സ്വദേശി ജീവനക്കാർക്കും വേണമെന്ന് നാഫിസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എമിറാത്തി ജീവനക്കാർ അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനും പ്രൊഫഷണലായിട്ട് വളരാനും നാഫിസ് ഒരുക്കുന്ന പരിശീലന പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിനായിട്ട് കഫാഅത്ത് പ്രോഗ്രാം, അതായത് തൊഴിൽ ശേഷിയും കോമ്പറ്റൻസും കൂട്ടാനുള്ള പ്രോഗ്രാം, ഖിബ്ര പ്രോഗ്രാം, പ്രായോഗിക തൊഴിൽ പരിചയം നൽകുന്ന പദ്ധതി, ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത് സ്വയം പര്യാപ്തരാകാൻ പൗരന്മാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ UAE-യിലെ എമിറേറ്റൈസേഷൻ ഡ്രൈവ് വെറും ഒരു അക്കങ്ങളുടെ കളിയല്ല, മറിച്ച് പ്രൈവറ്റ് സെക്ടറിലെ സ്വദേശികൾക്ക് അനുയോജ്യമായ സുരക്ഷിതമായ ഒരു പെർമനന്റ് കരിയർ പാത്തുകളായി മാറ്റാനുള്ള വലിയൊരു വിഷനാണ് ഇതിന് പിന്നിലുള്ളത്. സെപ്റ്റംബർ മാസം അടുത്തെത്തി നിൽക്കെ UAE-യിലെ എല്ലാ സ്വകാര്യ കമ്പനികളും തങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റത്തിലും പെൻഷൻ ബജറ്റിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. സൗദി അറേബ്യയിൽ വീടോ വസ്തുവോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഹിസ്റ്റോറിക് തീരുമാനത്തിന് സൗദി അറേബ്യ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ജിദ്ദയിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഹൗസിംഗ് സെക്ടറിനെ ആകെ മാറ്റിമറിക്കുന്ന നിർണായക പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഡെവലപ്മെന്റൽ ഹൗസിംഗ് പ്രോഗ്രാമുകൾക്കായി ഭൂമി വികസിപ്പിക്കുകയും വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് ആ ഭൂമിയുടെ നിശ്ചിത ശതമാനം ഉടമസ്ഥാവകാശം സ്വന്തമാക്കാനുള്ള പുതിയ ഫ്രെയിംവർക്കിന് സൗദി ഭരണകൂടം ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകി. എന്താണ് ഈ പാർഷ്യൽ ലാൻഡ് ഓണർഷിപ്പ് മാതൃക? ഇതിലൂടെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനും റിയൽ എസ്റ്റേറ്റ് രംഗത്തിനും ലഭിക്കുന്ന വമ്പൻ അവസരങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കായിട്ട് പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാന കാലാവധി നീട്ടൽ എന്താണ്? പരിശോധിക്കാം. സൗദി പ്രസ് ഏജൻസി SPA പുറത്തുവിട്ട വിവരമനുസരിച്ച് സൗദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ഹൗസിംഗ് ഇൻവെസ്റ്റ്മെന്റ് രംഗത്ത് ഈ വിപ്ലവകരമായ ചട്ടക്കൂടിന് അനുമതി നൽകിയത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയും കാലം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഹൗസിംഗ് സ്കീമുകളുടെ ലാൻഡിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് നിർമ്മാണം നടത്തുമ്പോൾ ഭൂമിയുടെ ഓണർഷിപ്പ് ലഭിക്കുമായിരുന്നില്ല. എന്നാൽ പുതിയ മാതൃക അനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിന്റെ പങ്ക്, അതായത് പ്രൈവറ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർമാർക്ക് അനുവദിച്ച് നൽകുന്ന സ്ഥലങ്ങളിൽ സ്വന്തം ചെലവിൽ പ്ലോട്ടുകൾ വികസിപ്പിക്കാനും സൗദിയിലെ ഭവനരഹിതരായ അല്ലെങ്കിൽ അർഹരായ ആളുകൾക്കായിട്ട് വീടുകൾ നിർമ്മിച്ചു നൽകാനും സാധിക്കും. 2 റിവാർഡ് അഥവാ പാർഷ്യൽ ഓണർഷിപ്പ് ഉണ്ട്. ഈ സർവീസിന് പ്രതിഫലമായിട്ട്, അതായത് ഹൗസിംഗ് പ്രൊജക്ടുകളുടെ ഭൂമിയുടെ നിശ്ചിത ശതമാനം പാർഷ്യൽ ഓണർഷിപ്പായി ഇൻവെസ്റ്റേഴ്സിന് സ്വന്തമാക്കാം. ഈ ഒരൊറ്റ തീരുമാനം വഴി രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ കുത്തനെ കൂടുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ പാർഷ്യൽ ലാൻഡ് ഓണർഷിപ്പ് മോഡൽ സൗദി അറേബ്യയ്ക്ക് വലിയൊരു വിൻ വിൻ സ്ട്രാറ്റജി ആകുന്നത് എന്ന് നോക്കാം. ഗവൺമെന്റിന് ലാഭം, അതാണ് ആദ്യത്തെ കാര്യം. കുറഞ്ഞ ഗവൺമെന്റ് ചെലവിൽ ജനങ്ങൾക്ക് കൂടുതൽ സബ്സിഡൈസ്ഡ് ഹൗസിംഗ് യൂണിറ്റുകൾ വേഗത്തിൽ നിർമ്മിച്ചു നൽകാൻ സാധിക്കും. ഇനി ഇൻവെസ്റ്റേഴ്സിന് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫണ്ട് മാത്രം കൊടുക്കുന്നതിന് പകരം പ്രൈം ലൊക്കേഷൻസിൽ ലാൻഡ് ഓണർഷിപ്പ് ഷെയർ കിട്ടുന്നത് വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് വമ്പൻ സാധ്യത തുറന്നു നൽകുന്നു. ഇനി പൗരന്മാർക്ക് താങ്ങാനാകുന്ന വീടുകൾ, അതായത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇന്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികൾ വളരെ വേഗത്തിൽ നിർമ്മിക്കപ്പെടും. സൗദി വിഷൻ 2030യുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് സൗദി പൗരന്മാരുടെ സ്വന്തം വീട് എന്ന സ്വപ്നം 70% മുകളിലാക്കുക എന്നാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് ഇതെന്ന് നമുക്ക് പറയാം. ഇതോടൊപ്പം തന്നെ ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉയർന്നു വന്ന മറ്റൊരു നിർണായക പ്രഖ്യാപനം കൂടി അറിയേണ്ടതുണ്ട്. സൗദിയിലെ വസ്തു ഉടമകൾക്ക് തങ്ങളുടെ രേഖകളില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ പ്രമാണങ്ങളില്ലാത്ത റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നിയമവിധേയമാക്കാനും തിരുത്താനുമൊക്കെ നൽകിയിരുന്ന അവസാന തീയതി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. കൃത്യമായ റെക്കോർഡുകൾ ഇല്ലാത്ത ഭൂമിയും കെട്ടിടങ്ങളും റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രിയിൽ ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വസ്തു ഉടമകൾക്ക് ലഭിക്കുന്ന വൻ അവസരമാണിത്. ഇതുകൂടാതെ രാജ്യാന്തര തലത്തിൽ സൗദി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വന്ന പ്രധാന അപ്ഡേറ്റുകളും ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ 2026 ആർട്ടിക്കിൾ 4 കൺസൾട്ടേഷൻ റിപ്പോർട്ട് സൗദിയുടെ സാമ്പത്തിക ഭദ്രതയെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. എണ്ണ ഇതര വരുമാനത്തിലെ വളർച്ചയും സ്ട്രക്ചറൽ റീഫോംസും കാരണം സൗദിയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാവുകയാണ് എന്ന് IMF വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ട്രേഡ് മേഖലകളിൽ പ്രൈവറ്റ് സെക്ടറിനെ പങ്കാളികളാക്കുന്ന നയം സൗദി അറേബ്യ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സ്വകാര്യ മൂലധനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വലിയ വിപ്ലവത്തിനാണ് സൗദി അറേബ്യ കളമൊരുക്കുന്നത്. ഈ പുതിയ പാർഷ്യൽ ഓണർഷിപ്പ് മോഡൽ വഴി കൂടുതൽ വൻകിട ഗ്ലോബൽ ലോക്കൽ കമ്പനികൾ സൗദി പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തും. സൗദിയിൽ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാനും ബിസിനസ് വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച സമയമാണ്. അറബ് ലോകത്തെ മറ്റ് പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.